ഇവിടെ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു 3 കൊല്ലമായല്ലോ, അപ്പോൾ അതങ്ങ് പറിച്ചു കളഞ്ഞു. രാവിലെ ഒരു 3-3:30ക്കാണ് കടലിൽ പോകാൻ. 3:30 പോയി ഏകദേശം ഒരു 8 മണിയായിക്കൊണ്ട് ഹാർബറിലെത്തി. പരിപാടിയൊക്കെ കഴിഞ്ഞൊരു വീട്ടിലൊരു 9-9:30 വീട്ടിലെത്തും. ഒക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് പിന്നെ നേരിട്ട് PSC ക്ലാസ്സിന് പോക്കാം. അവിടെ ഇരുന്ന് പഠിക്കും. ഒരു രാത്രി ഒരു 8-8:30 വരെ ഇരുന്ന് പഠിക്കും. ഒരു കരയ്ക്ക് കയറാനാണ് ഈ കഷ്ടപ്പാട്. 2022 ഫെബ്രുവരി 9 പ്രസിദ്ധീകരിച്ച ഡ്രൈവർ കം OA മെയിൻ ലിസ്റ്റിൽ 288 പേർ, 67 ആളുകൾക്ക് നിയമനം ലഭിച്ചു. ഒടുവിൽ നിയമനം കിട്ടിയത് 192 റാങ്കുകാരന്. വാട്ടർ അതോറിറ്റിയിൽ ഈ തസ്തികയിൽ 47 ഒഴിവുകളുണ്ട്. ലിസ്റ്റിന്റെ കാലാവധി തീരാൻ 2 മാസം മാത്രം ബാക്കി. പ്രതീക്ഷകൾ അസ്തമിച്ച് തുടങ്ങുകയാണ്. ഞാൻ ഡിഗ്രി വരെ പഠിച്ച ഒരാളാണ്, BCom. പക്ഷേ എന്താ പറയുക, നമ്മളൊരു സർട്ടിഫിക്കറ്റിനൊരു വാല്യൂ വേണ്ടേ. കടലിൽ പോയാൽ നമുക്ക് എപ്പോഴും പോവാം, കടൽ ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് എപ്പോഴും പോവാം. അതല്ല, നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇത്രയും ഡിഗ്രി വരെല്ലാം പഠിച്ചിട്ട് നമ്മൾ നല്ലൊരു ജോലി പോയില്ലേ, അതൊരു ഇതല്ലേ. ഇവിടെ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു 3 കൊല്ലമായല്ലോ, അപ്പോൾ അതങ്ങ് പറിച്ചു കളഞ്ഞു. ഈ കഥ ദിബിനേഷിൻ്റേത് മാത്രമല്ല. ആ ഒരു വേക്കൻസി എത്രയും പെട്ടെന്ന് റിപ്പോർട്ടാക്കിയിട്ട് ഇതുപോലുള്ള ഒരുപാട് ആൾക്കാരെ കുടുംബം രക്ഷപ്പെടുത്തി കൊടുക്കണമെന്നേ ഇതിൽ പറയാനുള്ളൂ.